ഇതിലേക്ക് ഏവർക്കും സ്വാഗതം. വ്രതാചാരണം എന്തിന് എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പണ്ടുകാലം മുതൽ തന്നെ വ്രതം ആചരിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. നിത്യേന 3 നേരം ആഹാരം കഴിക്കുന്ന മനുഷ്യൻ്റെ വയറിന് അത്യധ്വാനമാണ് നിലവിലുള്ളത്. നമുക്ക് തന്നെ അറിയാം, സദാ അധ്വാനിച്ചാൽ ക്ഷീണമനുഭവപ്പെടും, തളർച്ചയുണ്ടാകും. അപ്പോൾ അല്പനേരം വിശ്രമിക്കണമെന്ന് തോന്നി വെറുതെയിരിക്കും. ക്ഷീണം മാറുമ്പോൾ വീണ്ടും പ്രവർത്തനം തുടങ്ങും. അതുപോലെയാണ് വയറിനും. കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ വയറിന് അധ്വാനം കൂടും, പേശികൾ തളരും, വയറ് വീർത്തുകെട്ടി അസ്വസ്ഥതകൾ ഉണ്ടാക്കും, ക്ഷീണം അനുഭവപ്പെടും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ദഹനശേഷി കുറയുമ്പോൾ ആഹാരം വേണ്ടാതാകും. ആഹാരം കഴിക്കാൻ വയ്യാതായാൽ ശരീരശേഷി കുറയും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് പഴമക്കാർ ഇടയ്ക്കിടെ വ്രതം നോറ്റിരുന്നത്. വ്രതകാലത്ത് 1 നേരം ആഹാരമേ പാടുള്ളൂ. അപ്പോൾ വയറിന് ക്ഷീണം തീർക്കാനുള്ള സമയം കിട്ടും. പിന്നെ ദഹനശേഷി വർദ്ധിക്കും. വ്രത ദിവസം രാത്രി ഭക്ഷണം ഒഴിവാക്കുകയാണ് പതിവ്. രാത്രി ഭക്ഷണം ഒഴിവാക്കിയാൽ രാവിലെ വയറിന് പ്രവർത്തനശേഷി കൂടും, വിശപ്പ് നല്ലവണ്ണം ഉണ്ടാകും, ആഹാരം കഴിക്കാൻ സാധിക്കും. വിശക്കുമ്പോൾ കഴിക്കുന്നത് പോലെ വിശക്കാത്തപ്പോൾ രുചിയുണ്ടാകില്ല. അതൊരു കാര്യം വേറെ. പിന്നെ വ്രതകാലത്ത് വ്രത ദിവസം പ്രാതസ്നാനം ചെയ്ത് ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ചെയ്ത് ദേവദർശനം നടത്തി മനഃശുദ്ധി വരികയും മനസ്സ് ശുദ്ധമായാൽ ഏകാഗ്രത കൈവരും. ഏകാഗ്രത സംയമനത്തിന് വഴി തെളിയിക്കും. ധർമാനുഷ്ഠാനങ്ങളിലും സദാചാരങ്ങളിലും മറ്റും പ്രവർത്തിക്കൂ. തന്മൂലം സത്പ്രവർത്തികൾ ചെയ്യാനാകും. സത്പ്രവർത്തികൾ പുണ്യവർദ്ധനയ്ക്ക് കാരണമാകും. പാപം നശിക്കും, ഭക്തി ഉണ്ടാകും, വൈരാഗ്യം ജനിക്കും, സംസാരമോചനത്തിന് വഴി തെളിക്കും. ഏകാദശി വ്രതമൊഴിച്ചുള്ള വ്രതങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്തി അമൃത സമാനമായ തീർത്ഥം സേവിച്ച് പ്രസാദം തൊഴുകയും നിവേദ്യം ഭക്ഷിക്കുകയും ചെയ്യാം. വ്രതത്തിൻ്റെ രീതി അനുസരിച്ച്, മഹാത്മ്യമനുസരിച്ച് ഓരോ ദേവനെയും പ്രീതിപ്പെടുത്തുന്ന വ്രതങ്ങളുണ്ട്. അതനുസരിച്ചാണ് ക്ഷേത്രദർശനം നടത്തേണ്ടതും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവദൈവീ വിഗ്രഹമനുസരിച്ചുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും പ്രസാദം സ്വീകരിക്കുകയുമാണ് പതിവ്. ദേവപൂജ നടത്തുമ്പോൾ ശിവന് ഭസ്മവും വിഷ്ണുവിനും കൃഷ്ണനും കളഭവും അല്ലെങ്കിൽ ചന്ദനവും ദേവിക്ക് മഞ്ഞപ്രസാദവും കുങ്കുമവുമാണ് ഉപയോഗിക്കുന്നത്. ത്യാഗത്തിൻ്റെയും യോഗത്തിൻ്റെയും മൂർത്തിഭാവമാണ് ശിവൻ. ശിവന് ഏറെ പ്രിയമാണ് ഭസ്മം. ശിവൻ ഭസ്മലേപനം ചെയ്യുന്നവനാണെന്നാണ് വിശ്വാസം. ആ വിശ്വാസം എന്നത് വെറും ചാരമല്ല, അനുഷ്ഠാനമനുസരിച്ച് നിർമ്മിക്കുന്ന ഒന്നാണ് ഭസ്മം. പശുവിൻ്റെ ചാണകം കർമ്മഫലത്തിൻ്റെ പ്രതീകമാണ്. അഗ്നി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെ ജ്ഞാനമാക്കുന്ന അഗ്നി കർമ്മഫലമാകുന്ന ചാണകത്തെ ഭസ്മീകരിക്കുന്നു എന്ന ഗീതാതത്വമാണ് ജ്ഞാനാഗ്നി ദഗ്ധകർമാണാം. അതായത് ജ്ഞാനമാകുന്ന അഗ്നി കർമ്മങ്ങളെ ഭസ്മീകരിച്ച് ശുദ്ധമാക്കുന്നു എന്ന തത്വമാണ്. ജ്ഞാനം ലഭിച്ചാൽ കർമ്മം നശിക്കും എന്ന് മനസ്സിലാക്കിക്കുകയാണ് ഭസ്മനിർമ്മാണം. ആ പരിശുദ്ധ ഭസ്മമാണ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുക. ആ ശുദ്ധഭസ്മം പാപം നശിപ്പിക്കുന്നതാണ്. സർവവിധ വൈഭവങ്ങളുടെയും മൂർത്തിഭാവമാണ് വിഷ്ണു. വിഷ്ണു തന്നെയാണല്ലോ കൃഷ്ണൻ. അവിടെ സുഗന്ധപൂരിതമായ കളഭവും ചന്ദനവുമാണ് ഉപയോഗിക്കുന്നത്. വിഷ്ണു എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സർവവ്യാപി എന്നാണ്. കളഭത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും സുഗന്ധം പെട്ടെന്നാണല്ലോ വ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ
കളഭവും ചന്ദനവും ഉപയോഗിക്കുന്നത്. കൂടാതെ അത് ഐശ്വര്യത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീകങ്ങളാണ്. ദേവീപ്രീതിക്കായി ഉപയോഗിക്കുന്നത് മഞ്ഞളാണ്. സൗന്ദര്യ ദേവതയായതുകൊണ്ടാണ് ദേവിക്ക് മഞ്ഞൾ ഇഷ്ടമാകുന്നത്. ചുവപ്പ് കളർ വളരെ പ്രീതിയുള്ളതിനാൽ കുങ്കുമവും സിന്ദൂരവും ഉപയോഗിക്കുന്നു. അത് കർമ്മകുശലതയുടെ പ്രതീകമാണ്. ഇപ്രകാരം ഭസ്മം പരിശുദ്ധിക്കും, ചന്ദനം കുങ്കുമം ഐശ്വര്യത്തിനും ശാന്തിക്കും, മഞ്ഞൾ സൗന്ദര്യവർദ്ധനവിനും, കുങ്കുമം സിന്ദൂരം തുടങ്ങിയവ കർമ്മകുശലതയ്ക്കുമായി സ്വീകരിക്കുന്നു. വ്രതാനുഷ്ഠാനങ്ങൾ എപ്പോഴും ശരീരത്തിനും മനസ്സിനും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല, മനഃശാന്തി ഉണ്ടാകും, കർമ്മകുശലത കൈവരും, പാപമുക്തിക്കും നല്ലതാണ്. രോഗശാന്തിക്കും അഭിഷ്ടസിദ്ധിക്കും. അതുകൊണ്ടുതന്നെ വ്രതം അനുഷ്ഠിക്കുന്നത് എപ്പോഴും നല്ലതുതന്നെയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.